ദിലു, എന്തു പറ്റിയടാ? എന്താ അത്യാവശ്യം ഞങ്ങളോട് വരാൻ പറഞ്ഞേ? നിന്റെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ ഇവിടെ ഭയങ്കര കരച്ചിലാണെന്ന് പറഞ്ഞിട്ട്. എന്താടാ പ്രശ്നം? അവൾ എന്നെ തേച്ചടാ. അവളോ? ഏതവള്? നീ എന്താ കാര്യം എന്ന് വെച്ചാ പറഞ്ഞോ. ഏതവള്? നിനക്ക് പ്രേമുണ്ടായിരുന്നോ? നീ എന്താ ഞങ്ങളോട് പറയാതിരുന്നേ? അത് അവളാ പറഞ്ഞത്, സീക്രട്ട് ആയിട്ട് വെക്ക, ആരും അറിയണ്ടാന്ന്. എന്നിട്ട് അവൾ എന്നെ തേച്ച് ചോമലിലൊട്ടിച്ചു. നിനക്ക് അങ്ങനെ എന്നെ വേണോட ദുഷ്ട. എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തിട്ട് നീ ഇത് മാത്രം പറഞ്ഞില്ലല്ലേ? വെറുത്തല്ല 5-6 കൊല്ലം കോളേജോ ഹോസ്റ്റലിൽ നിന്നിട്ട് അവിടെ തന്നെ നിന്ന്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. നമ്മളൊന്ന് വിളിച്ചാൽ പോലും എനിക്ക് നേരല്ല. ചവത്തി കുത്തലട അഫി, പറ്റിപ്പോയി. നീ അഫിയെ മാത്രം കുറ്റം പറയേണ്ടതില്ലോ. നീ എന്താ ഞങ്ങളോട് ചെയ്തത്? എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തിട്ട് ഇതങ്ങ് ഒളിപ്പിച്ചു വെച്ചു. ഇപ്പൊ എന്തായി? അവൾ തേച്ച് ഭിത്തിയിലൊട്ടിച്ചില്ലേ? അങ്ങനെ തന്നെ വേണ്ട നിനക്ക്. എന്നിട്ട് അതിന്റെ സങ്കടത്തൊക്കെ വീണ്ടും ഞങ്ങളെ തന്നെ വിളിച്ചിരിക്കുന്നു. എടാ, 2 പേരും കൂടി ഇങ്ങനെ തുടങ്ങലടാ. ഞാൻ അല്ലെങ്കിലേ ആകെ തകർന്നിരിക്കുവോ. നിർത്തി, നൻപനായി പോയില്ലേ? എന്താണ്ടായെന്ന് വെച്ചാൽ ശരിക്കും പറ. എടാ, ആ കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു മിന്നു. ആ പേര് കേട്ടാൽ അറിയാം, നല്ല അസല് രജിസ്റ്റാണ്. നിനക്ക് വല്ല കാര്യം ഉണ്ടാക്കണം. സീനിയറിനെ പോയിട്ട് പ്രേമിച്ച് ആഷി, നീ ആ പറഞ്ഞത് ഇപ്പൊ തന്നെ പിൻവലിക്കണം. മിന്നു പേരുള്ള എത്ര നല്ല പെൺകുട്ടികളുണ്ട്. ഒരാൾ അങ്ങനെ ചെയ്തെന്ന് വെച്ച്. എന്റെ ഫസ്റ്റ് ലവറുടെ പേര് മിന്നു എന്നായിരുന്നു. എന്റെ അഫി, ആഷി, ഞാൻ എന്റെ ഫ്ലാഷ് ബാക്ക് ഒന്ന് അയവിറക്കട്ടെ. അതിന്റെ ഇടയിൽ അവന്മാർ തല്ലിവിടാൻ നിൽക്കുന്നു. വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. എന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു അന്ന് ഞാൻ ആദ്യമായി കണ്ടത് അവളെ. എന്ത് ഭംഗിയാർത്താൻ അറിയാം അവളെ കാണാൻ. അവൾ എന്നെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. എനിക്കറിയത്തുണ്ടായിരുന്നില്ല അവൾ എൻ്റെ സീനിയറാണെന്ന്. ഞാൻ നേരെ അവളുടെ അടുത്ത് പോയി. എന്നിട്ട് നിങ്ങൾ 2 പേരും ഒന്നും മിണ്ടാതെ കണ്ണു നോക്കി നിന്നു. ഇതല്ലേ പറയാൻ വരുന്നത്? എല്ലായിടത്തും കേട്ടിട്ടുള്ളതാണ്. നല്ലൊരു ഫ്ലോയില് വരികയാണ്. ആ ഫ്ലോ കളയല്ലേ നീ. ഇനി ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഡിസ്റ്റർബ് ചെയ്താ പിന്നെ ഞാൻ കഥ പറഞ്ഞു തരില്ലേ? പറയണ കേട്ടാ തോന്നും രാജമൗലിക്ക് ബാഹുബലി 2 കഥ പറഞ്ഞു കൊടുക്കുകയാണ്. വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. എത്ര പെട്ടെന്ന് അവളുടെ അടുത്ത് എത്താൻ വേണ്ടി എന്നെ കൊണ്ട് കഴിയാവുന്നതിന്റെ മാക്സിമം സ്പീഡിൽ ഞാൻ അവളുടെ അടുത്ത് പോയി. പെട്ടെന്ന് പുറകിന് ഒരുത്തൻ എന്നെ വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ റോഷൻ. ഏത്? നമ്മുടെ റോഷനോ? നമ്മുടെ കോഴി റോഷനോ? അവൻ തന്നെ, നമ്മുടെ മൂത്താപ്പാന്റെ മോന്. എന്നിട്ട് എന്തുണ്ടായേ? റോഷൻ നിന്റെ കൂടെ അവിടെയാണോ പഠിക്കുന്നേ? ഹേയ് ദിലു, നീ എവിടെയാണോ ചേർന്നേ? ആന്റി ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. നീ ഇവിടെ പഠിക്കുന്ന കാര്യം ഉമ്മിക്കും അറിയില്ലടാ. അതായിരിക്കും. ഞാൻ തന്നെ ഷോക്കായി പോയി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഞാനും റോഷന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾ എൻ്റെ അടുത്ത് വന്നു. ഹായ്, എന്താ പേര്? എൻ്റെ പേര് ആദിൽ. ദിലു എന്ന് വിളിക്കും. ഞാൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ്. ആദിൽ, നൈസ് നെയിം. എൻ്റെ പേര് ജാസ്മിൻ, ഫൈനൽ ഇയറാ. തന്നെ കണ്ടപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചു. യു ആർ വെരി ഹാൻസം. ഐ ലൈക്ക് യു. വാട്ട്? യു ലൈക്ക് മീ? ഓ ഗോഡ്, താങ്ക് യു സോ മച്ച്. ഫ്രണ്ട്സ് ആയാലോ? എന്ത് ഫ്രണ്ട്സോ? എൻ്റെ പൊന്നു ദിലു, ഞാൻ നിന്നെ കണ്ടപ്പോൾ ഐ ലൈക്ക് യു എന്നാ പറഞ്ഞേ. അതിനർത്ഥം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. ഏജ് ഒന്നും പ്രശ്നമുണ്ടെങ്കിൽ ബി മൈ ബോയ് ഫ്രണ്ട്. എന്ത്? ഇത്ര പെട്ടെന്നോ? എടാ, അവള് നിന്നെ ഇത്ര പെട്ടെന്ന് പ്രപ്പോസ് ചെയ്തോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവള് പ്രൊഫഷണലാണ് കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി. അവൾക്ക് നല്ല പ്രാക്ടീസ് ഉണ്ട് ആൾക്കാരെ തേച്ചിട്ട്. നീ ഫ്ലാഷ് ബാക്ക് കണ്ടിന്യൂ. എനിക്കൊരു സമയം തരുമോ? ഒരു ദിവസം. ഞാൻ നാളെ റിപ്ലൈ പറയാം. നോ എന്തായാലും വരില്ല. എന്നാലും പെട്ടെന്ന് എനിക്ക് ഇന്ന് നാളെ പറഞ്ഞ പോലെ. ആ ഒരു ദിവസം എനിക്ക് 1 വർഷം പോലെയാണ്.
ഏജ് പ്രശ്നമില്ലല്ലോ, ഞാൻ കാത്തിരുന്നോളാം. ഒരു ദിവസമല്ലേ. ഐ റിയലി ലൈക്ക് യു. ദിലു, ഈ ഒരു ദിവസം പറഞ്ഞു തന്നെ വലിയ കാര്യം. നീ ആദ്യം അവളെ കുറിച്ച് ഇവിടെ ഒന്ന് അന്വേഷിച്ചു നോക്ക്. അതിനുശേഷം മതി. നീ വിചാരിക്കുന്ന പോലത്തെ ഒരു പെൺകുട്ടിയല്ല അവള്. എൻ്റെ പൊന്നു റോഷ, നിർത്ത്. നീ തുടക്കത്തിലെ നെഗറ്റീവ് അടിക്കല്ലേ. എൻ്റെ ഭാവി ഗേൾ ഫ്രണ്ട് ഇത്രയും സൗന്ദര്യം ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. ഷീസ് ലൈക്ക് ഏഞ്ചൽ. എനിക്ക് അവളെ തന്നെ മതിയടാ. ഞാൻ വീണുപോയി. ആണല്ലോ, എന്നാ മോൻ അനുഭവിച്ചോ. ഇനി ഞാനൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും ചെയ്തില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. എനിക്കിപ്പോൾ ഒരു 5 മിനിറ്റ് തരികയാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് തുറന്നു പറയും. വേണ്ട, നീ ഒന്നും പറയണ്ട. ഞാൻ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ഇനി നീ അത് തല്ലി ഉടക്കണ്ട. അവൾ നല്ല കുട്ടിയാണ്. അവളെ കണ്ടാൽ അറിയാം. ശരിക്കും ഏഞ്ചലാ. എനിക്കത് മതിയടാ, പ്ലീസ്. എനിക്കിഷ്ടമാണെങ്കിൽ ഓക്കെ. ഇനി അനുഭവിക്കാളൊക്കെ നീ ആയിക്കോ. പിന്നീട് ഒരു ദിവസം എന്നെ വന്ന് പഴിച്ചാറരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. എൻ്റെ പൊന്നു റോഷനല്ലടാ. നിന്നെ ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതാണോ? നീ എൻ്റെ മുത്തല്ലടാ. ഇനി എന്തൊക്കെ വന്നാലും ശരി, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. ഇത് സത്യവും സത്യവും സത്യവും. കഷ്ടകാലത്തിന് ഞാൻ അങ്ങനോട് സത്യം ഇട്ടുപോയി. എനിക്ക് അറിയണ്ടായിരുന്നില്ലടാ ഇനി എന്താ നടക്കാൻ പോണതെന്ന്. സംഭവം അവനൊരു കോഴിയാണെങ്കിലും ആ പാവം നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതായിരുന്നു. അപ്പോഴെന്തായിരുന്നു അവൻ്റെ ചാട? വെറുത്തല്ലടാ, നിനക്ക് ഇതല്ല, ഇതിലപ്പുറം കിട്ടണം. അവൻ എന്താ പറയാൻ വന്നെന്ന് എനക്കപ്പ പുരിയല്ലേ. ആനാ ഇപ്പൊ പുരിയത്. നീ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോ. പിന്നെ എന്താണ്ടായേ? പിന്നീട് ഞങ്ങളുടെ കാലായിരുന്നു. ഓടിക്കളിക്കലും മരത്തിൽ ഒളിച്ചു കളിക്കലും ബൈക്കിൽ റൈഡ് ചെയ്യലും കടപ്പുറത്ത് പോകലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കലും മിഠായി വാങ്ങിച്ചു കൊടുക്കലും എൻ്റെ പോക്കറ്റ് ഫുള്ള് ഞാൻ കാലിയാക്കി അവൾക്ക് വേണ്ടി. അങ്ങനെ ഒരു ദിവസം, എടാ ദിലു, നീ ജാസ്മിനായി കമ്മിറ്റഡ് ആയതിനു ശേഷം എന്നെ വേണ്ടല്ലേ? ആയിക്കോട്ടെ. ഇന്നും ഇന്നലെ കണ്ടതല്ല മൂത്താപ്പയുടെ മോനാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മൈൻഡും ഇല്ല. അഫി ആശീനൊക്കെ കാണട്ടെട്ടാ, ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. എൻ്റെ പൊന്നു റോഷ ചതിക്കല്ലേ. അവരറിയുന്നതും FM-ൽ ന്യൂസ് കൊടുക്കുന്നതും ഒരേപോലെ. നീ അത് വിട്. അതെ, ഇത് കുറച്ച് സീക്രറ്റ് ആയിട്ട് വെക്കാന്ന് അവൾ പറയുന്നത്. കോളേജൊക്കെ കഴിഞ്ഞ് കല്യാണം ആലോചിച്ചാൽ മതിയെന്ന്. അല്ലെങ്കിൽ പെട്ടെന്ന് ലവ് മാരേജ് ആണെന്ന് പറഞ്ഞാൽ അവളെ വീട്ടിൽ സമ്മതിക്കത്തില്ല. പിന്നെന്താ നിന്റെ വിശേഷം? എടാ, ഇന്ന് ക്ലാസ്സിൽ കയറുന്നുണ്ടോ? നമുക്കൊന്ന് പുറത്ത് ഔട്ടിങ്ങിന് പോയാലോ? സോറിടാ, നമുക്ക് നാളെ പോയാലോ? ഇന്ന് ഞാൻ മിന്നുവിന് വാക്ക് കൊടുത്തിരുന്നു ഒരു ഷോപ്പിങ്ങിന് പോകാന്ന്. അതുകൊണ്ടാ. നിന്നോട് പറയരുത് എന്ന് വിചാരിക്കും, പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. എടാ, നീ അവളെ ഇങ്ങനെ കംപ്ലീറ്റ് ട്രസ്റ്റ് ചെയ്യല്ലേ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു തേപ്പ് കിട്ടുന്ന ഒരു ചെറിയൊരു പ്രതീക്ഷയിൽ പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. ചിലപ്പോൾ പെട്ടെന്ന് കേട്ടാൽ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. നീ കരുതുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ. എനിക്കിപ്പോൾ ഇത്രേ പറയാൻ പറ്റത്തുള്ളൂ. നീയും സമ്മതിക്കില്ല, വേറെ കാര്യങ്ങളെ കൊണ്ടും എനിക്ക് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു സൂചന തന്നതാ. എൻ്റെ പൊന്നു റോഷ, ഇതാ ഞാൻ നിൻ്റെ കൂടെ അധികം സംസാരിക്കാത്തത്. ഒരു ചാൻസ് കിട്ടി അവളെ കുറ്റം പറയും. എടാ, മിന്നുവിനെ എന്നെ തേക്കണമെങ്കിൽ അവളെ ഫൈനൽ ഇയർ കഴിഞ്ഞ് കോളേജിൽ നിന്ന് പോകുമ്പോൾ തന്നെ തേക്കാറുന്നില്ലേ? പക്ഷെ ഇപ്പോഴും അവൾ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്താ റോഷ ഇത്? നിനക്കെന്താ അവളെക്കുറിച്ച് മനസ്സിലാവാത്തേ? നിങ്ങളെല്ലാവരും അവളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഷീസ് ശരിക്കും ഏഞ്ചൽ. അവൾ ശരിക്കും ഒരു ഏഞ്ചലാടാ. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. കോളേജിൽ എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത് അവൾ ഏതോ വലിയ ഫീമെയിൽ കോഴിയാണെന്നാണ്. ആയിക്കോട്ടെ, നീ അങ്ങനെ തന്നെ കരുതിക്കോ. എങ്കിൽ ശരിയുടെ ഞാൻ പോട്ടെ. നീ പുതിയ ഐഫോൺ വാങ്ങിച്ചോ? എന്നിട്ടെന്താ നീ എന്നോട് പറയാതിരുന്നേ? അത് ഞാൻ വിട്ടുപോയി. ഇത് ഇന്നലെ വാങ്ങിച്ചിട്ടുള്ളൂടാ. അതിന് നീ എന്തിനാണ് ടെൻഷൻ ആവുന്നേ? ഞാൻ ചുമ്മാ ചോദിച്ചതാ. ഞാൻ ഇന്നലെ ഇതേ സെയിം ഫോണാ മിന്നുവിന് വാങ്ങിച്ചു കൊടുത്തേ. അപ്പം ശരി, അവളെന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പോട്ടെ.
അല്ലട ദിലു, ഫ്ലാഷ് ബാക്ക് ഒക്കെ ഓക്കെ. ലവ് സ്റ്റോറിയുടെ ഇടയിൽ ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുത്ത കഥ വേറെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടി ഈ ഐഫോൺ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്താണ് ഐഫോണിന്റെ കഥ? അതിന് മാത്രം പൈസ നിനക്ക് എവിടുന്നോ? കാശിന്റെ കാര്യമൊക്കെ അവിടെ പോട്ടെ, ഐഫോണിന്റെ കാര്യം പ്രത്യേകം പറയുന്ന ഒരു കാരണമുണ്ട്. റോഷന്റെ കയ്യിലിരിക്കുന്ന ഐഫോൺ ഉണ്ടല്ലോ, അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. നീ എന്ത് തേങ്ങായി പറയുന്നേ? നീ മിന്നൂനല്ല വാങ്ങിച്ചു കൊടുത്തേ, അവൻ ഒറ്റയ്ക്ക് വാങ്ങിച്ചതല്ലടാ. നീ അതിനിടയിൽ എപ്പോഴാ അവന് വാങ്ങിച്ചു കൊടുത്തേ? അവന് വാങ്ങി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്കും വേണം. അവനേക്കാൾ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങളല്ലേ നിന്റെ? ഇത് അതൊന്നല്ല കാര്യം. എടാ, ഞാൻ മിന്നൂന് വാങ്ങിച്ചു കൊടുത്തില്ലേ, ആ സെയിം ഫോണ് അവന് കൊടുത്തേ. അവളെന്തിനാ അവന് കൊടുത്തേ? അതല്ലേ നിന്നോട് ഞാൻ ആദ്യം തന്നെ പറയണ, അവളെന്നെ തേച്ചു. വീണ്ടും എന്നെ കൊണ്ട് പറയിക്കണോ? എടാ, അവർ തമ്മിൽ പണ്ട ഇഷ്ടത്തിനാണത്ര. അതിൻ്റെ ഇടയിൽ കൂടെ എന്നെ തേക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തത് അവൾ സീരിയസ് ആയിട്ട് റോഷനും ടൈം പാസിൽ കുറേ ആൾക്കാരെ നോക്കും. അതിൽ തൊന്നായിരുന്നു ഞാൻ. അവളെ കൊള്ളാലോ, പക്ഷെ റോഷന് പറയാറുന്നില്ലേ? അതവന് ആദ്യം തന്നെ എന്നോട് പറയാൻ വന്നേ, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പോരാത്തന്നെ ഇനി എന്ത് വന്നാലും അവൻ്റെ പെരടിക്ക് ഇടില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പ്രോമിസും കൊടുത്തു. നിനക്കൊരു കാര്യം അറിയോ? അവള് ടൈം പാസ് ബോയ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിൽക്കുന്ന ഗിഫ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, നേരെ കൊണ്ടുപോയി റോഷൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത്. എടാ, ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം അവൻ്റെ കയ്യിൽ ഒരു വാച്ച് കണ്ടപ്പോൾ പറയും ചെയ്തു, എടാ ഇതേ സെയിം ബ്രാൻഡാണ് ഞാൻ മിന്നുവിന് കൊടുത്തിട്ടുള്ളത്, സെയിം കളർ എന്നൊക്കെ. അവിടുന്ന് മുതൽ ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റിൻ്റെ അതേപോലത്തെ ഒക്കെ അവൻ്റെ കയ്യിലുണ്ടാവും. എന്നിട്ട് പോലും ഞാൻ അവളെ സംശയിച്ചില്ല എന്നുള്ളത്. എനിക്കെന്തായാലും സന്തോഷമായി. ഇമാതിരി തേപ്പ് ഇവനക്കല്ലാതെ വേറെ ആർക്ക് കിട്ടും? പക്ഷെ ഞാനതല്ല ആലോചിക്കുന്നേ. എടാ, അവൻ്റെ ഉമ്മി നമ്മളെ രണ്ടുപേരെ വിളിച്ചില്ലേ, അതുപോരാതെ വേറെ 2 പേരെ കൂടി വിളിച്ചിട്ടുണ്ട്. വേറെ 2 പേരെ? നിങ്ങളല്ലാതെ വേറെ ഏത് 2 പേര്? നിന്റെ ഉമ്മ 2 ആഴ്ചത്തേക്ക് നിൽക്കാനാണ് ഞങ്ങൾ 2 പേരെ വിളിച്ചത്. അതേപോലെ തന്നെ അവരെ വിളിച്ചിട്ടുണ്ട്. അതിലത്തെ ആരാന്നറിയോ? നീ ഈ പറഞ്ഞ റോഷൻ, അവനെയാ. പിന്നെ ഒന്ന് നമ്മുടെ അമ്മായിയുടെ മകളില്ലേ, ജാസിനെ വിളിച്ചിട്ടുള്ളത്. എടാ, നിങ്ങളോട് പറയാത്ത വേറൊരു സത്യം കൂടി ഉണ്ട്. അപ്പൊ ഇനിയുണ്ടോ ഫ്ലാഷ് ബാക്ക്? പക്ഷെ ഇത് വല്ലാത്ത ഫ്ലാഷ് ആവും. എടാ, ഞാൻ ആ പറഞ്ഞ മിന്നു നിങ്ങൾ ഈ പറയുന്ന ജാസു ഒന്നാ. എടാ, നമ്മളുടെ അമ്മായിയുടെ മോള് ജാസ്മിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് മുഴുവനും. അവളെയാണോ എൻ്റെ ഉമ്മ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? മോനെ ദിലു, കോളിമ്പല്ലടിച്ച് കേട്ടില്ലേ? നിന്റെ ജാസ്മിനും റോഷനും വന്നിട്ടുണ്ടടാ. വായു, ഉമ്മറത്തേക്ക് പോകാം. എനിക്കിപ്പോഴാണ് സന്തോഷമായത്. ദിലി കോളേജിൽ വന്നതിന് ശേഷം ആകെ വിഷമത്തിലായിരുന്നു. ഇപ്പം എല്ലാവരും കൂടെ കണ്ടപ്പോൾ അവൻ അങ്ങ് ഹാപ്പിയായി. റോഷനും ജാസ്മിനും കൂടി കണ്ടപ്പോൾ കൂടുതൽ ഹാപ്പിയായി. കോളേജിൽ കഴിഞ്ഞ കാര്യമൊക്കെ അവിടെ കഴിഞ്ഞു. നീ ഇനി അതാലോചിച്ച് ഞങ്ങളോട് ഗ്യാപ്പ് ഇടല്ലേ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതൊക്കെ പോട്ടെടാ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അത് ഐ എം സോറി. വിഷമിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കള്ളാവും. അഫീഫും വാശിക്കും വരുന്നവരെ എനിക്ക് ഭയങ്കര വിഷമമല്ലായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് കരയായിരുന്നു. അവരോട് സംസാരിച്ച പിന്നെ ഞാൻ അതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുത്തിട്ടുണ്ട്. ലൈഫിൽ ഇങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് വരുന്നത് വളരെ നല്ലതാണ്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാത്തൊരു പാടാണ്. അതൊക്കെ പോട്ടെ, നമ്മൾ കുറേ ആയില്ലട ഇങ്ങനെ കൂടിയിട്ട്. നമ്മൾ ചെറുപ്പകാലത്ത് മറ്റോ കൂടിയതാണ്. ഇനി അതൊന്നും ആലോചിച്ച് ഞാൻ ടെൻഷൻ അടിക്കുന്നില്ല. നീ അതൊക്കെ വിടും. ഇനി അക്കാര്യത്തെ കുറിച്ച് ഇവിടെ ആരും പറയില്ല. അല്ലടാ, അഫീഫ് വാഷിക്ക് എവിടെ? അവരപ്പൊന്ന് കണ്ടതാ. ദേ, ജാസ്മിനോട് സംസാരിക്കുന്നുണ്ട്. വാ, എന്താ നോക്കാം. ആൻറ്റി നമ്മളോട് ഇവിടെ വരാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയോ? ഇല്ല, എന്താ കാര്യം? അമ്മായി വരാൻ പറഞ്ഞു എന്നല്ലാതെ വേറെ കാര്യമൊന്നും എനിക്കറിയില്ല. ദിലൂനല്ലേ അവൻ്റെ കോളേജിൽ ഏതൊരു പെണ്ണ് തേച്ചത്രേ. അത്ര ആത്മാർത്ഥ പ്രണയമൊന്നുമല്ല. ആ പെൺകുട്ടി ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ അവൻ അങ്ങ് ഫ്ലാറ്റായി പോയി. പക്ഷേ അവള് നൈസായി അങ്ങ് തേച്ചു. പാവം, ആ വിഷമം തീർക്കാനാ ആൻറ്റി നമ്മളോട് എല്ലാവരോടും വരാൻ പറഞ്ഞു. ആണോ? ഞാൻ അറിഞ്ഞില്ല.
അതെ, എനിക്കൊരു ഡൗട്ട്. ഈ തേപ്പെന്ന് വെച്ചാൽ എന്താ? നിങ്ങളെന്താ ഇങ്ങനെ നിൽക്കുന്നേ? നിങ്ങൾക്കും അറിയില്ല? അപ്പൊ സെയിം പിച്ച്. എനിക്കും അറിയില്ല. ഞാൻ കോളേജിൽ എല്ലാവരോടും ചോദിക്കും, പക്ഷെ ആരും പറഞ്ഞു തരില്ല. എന്ത് തേപ്പെന്നറിയാൻ എന്തൊരു വഴി. അതൊക്കെ പോട്ടെ. അഫീഫ്ക, ഞാൻ കണ്ട പാടാ പറയണമെന്ന് വിചാരിച്ചു. യു ലുക്ക് വെരി ഹാൻസം. കണ്ട പാടാന്ന് ഷോക്കായിപ്പോയി. പണ്ടത്തെ അഫീഫ്കേ അല്ല. എടാ ഫിഫെ, അവള് തുടങ്ങിയിട്ടാ പണി. നൈസായി നിന്നെ വളക്കാൻ നോക്കുക. നീ വീണാ നിനക്കും കിട്ടൊരു തേപ്പ്. എന്നാലും ഡീല് പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചു. ഓ ആണോ ജോസു? എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഭയങ്കര ലുക്ക് വെച്ചെന്ന്. എന്താ ചെയ്യാ? അല്ലടി, നിനക്ക് അങ്ങനെ ലവ് ഒന്നുമില്ലേ? എനി ബോയ് ഫ്രണ്ട്? ബോയ് ഫ്രണ്ടോ? ഏയ് അങ്ങനൊന്നും പറയല്ലേ. എനിക്ക് അങ്ങനൊന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടുകാർ പറഞ്ഞ ആളെ കല്യാണം കേട്ടു. അല്ലാതെ പ്രേമിച്ച് നടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എൻ്റെ ഉപ്പാനും അമ്മാനും വേദനിപ്പിക്കാൻ എന്നെ കൊണ്ട് തീരെ പറ്റത്തില്ല. അയ്യടാ, വയല് വിരലിൽ വെച്ചാൽ പോലും കടിക്കത്തില്ല. അത്രക്ക് പാവാ. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ടോ ഫീ? ഇവിടെ ആരുമില്ലേ? ഇതാരും മുഫീദോ? എത്ര കാലായിടാ കണ്ടിട്ട്? ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവലുണ്ട്. നീയല്ലേ ഇല്ലാതിരുന്നേ? 5 വർഷമായി നിന്നെ കണ്ടിട്ട്. ഞാനും അഫീഫും ആയിഷക്കും മെയിനായിട്ട് ഇവിടെ തന്നെ. ഞാൻ പറയാൻ വന്ന കാര്യം വിട്ടുപോയി. ആൻറ്റി ഇല്ല ഇവിടെ? ഉമ്മ ആൻറ്റിയോടൊന്ന് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എവിടേക്കോ പോവാനാണത്. ജാസു, ഞാൻ ഇപ്പോൾ വരാവേ. ഇവൻ്റെ ഉമ്മാടെ കൂടെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ചിലപ്പോൾ നാളെ വരത്തുള്ളൂ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയിട്ട് നാളെ എടുത്താൽ മതി, ഞാൻ വരുന്നില്ലെങ്കിൽ. അപ്പോൾ ശരിയടാ, ഞാൻ പോട്ടെ. നിങ്ങളവളെ നോക്കണേ. ഹായ്, യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. ഐ ലൈക്ക് യു. ഹായ്, എൻ്റെ പേര് ജാസ്മിൻ. പിന്നെ ആ പറഞ്ഞതിന് താങ്ക്സ്. തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അയ്യോടാ, സോ ക്യൂട്ട്. ഞാൻ ഇങ്ങനെ ഒരു പെൺകുട്ടീനെ ഇവിടെ അടുത്തൊന്നും കണ്ടിട്ടില്ല. എന്തായാലും ഇന്നിവിടെ വരാൻ തോന്നിയത് നന്നായി. അതുകൊണ്ടല്ലേ തന്നെ പോലെ ഒരു പെൺകുട്ടിയെ കാണാൻ പറ്റിയത്. ശരോ, എന്നാലും ഞാൻ ആലോചിക്കേ, ദൈവം ഒരാൾക്ക് ഇത്ര സൗകര്യം കൊടുക്കോ? എന്നോട് ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഐ റിയലി ലൈക്ക് യു. അവള് പണി തുടങ്ങിയല്ലേ? എടാ, അവൾ ഇങ്ങനെ വായി നോക്കുമ്പോ നിനക്കൊന്നും തോന്നില്ലേ? എനിക്കതാ മനസ്സിലാവാത്തെ. ഇതാ എൻ്റെ പ്രശ്നം. അനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊക്കെ വേറെ വൈബാടതിലോ. പിന്നെ പ്രണയം ദുഃഖമാണുണ്ണി, വായനോട്ടല്ലേ സുഖപ്രദം എന്നല്ലേ മഹാകവി പാർക്കിച്ചിയും പറഞ്ഞിട്ടുള്ളത്. ഈ അതൊന്നും കേട്ടിട്ടില്ല? അങ്ങനെ ഒരു കവി ഉണ്ടോ? അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടോ അയാള്? അവള് വായി നോക്കുമ്പോ എന്തൊരു രസം. അതൊക്കെ ഒരു കലയാടാ. അതൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ കലയിൽ ഗ്രാജുവേഷൻ എടുത്തിട്ടുണ്ട് പ്രത്യേകം അവള്. മുഫീദേ, നിന്റെ പെങ്ങളെവിടെടാ? ആരാ? മുഫിയാണോ അതോ നൂഹയാണോ? മുഫിയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ബാൽക്കണിയിൽ നിന്ന് അവള് വരത്തേ ഇല്ല. നൂഹയാണെങ്കിൽ അവള് പഠിക്കേ തോന്നുന്നു. മുഫിയെ ചോദിച്ചേ. നൂഹ പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കുട്ടിക്കാലത്ത് എപ്പോഴാണ് കണ്ടിട്ടുള്ളതാ. അവള് നിങ്ങളെപ്പോലെ അല്ലല്ലേ? നൂഹ ഞങ്ങളെപ്പോലെ ഒന്നല്ല. ഷീസ് പ്യൂർ ജെം. ഞങ്ങൾ കേൾക്കൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല. അവൾ നല്ലൊരു പെൺകുട്ടിയാണ്. അവൾ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവലുണ്ടല്ലോ. നിങ്ങളാരും കണ്ടിട്ടില്ല? ഇപ്പോൾ പിന്നെ വരാൻ ചാൻസ് ഇല്ല. അവളുടെ ഒരു ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തു. അതിനുശേഷം പുറത്തൊന്നും ഇറങ്ങാറില്ല. ആ, അത് ശരിയാടാ. ആൻറ്റിയുടെ കൂടെ കാണിലുണ്ട് 2 പെൺകുട്ടികൾ. ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല. നൂഹയാണെന്ന് അറിയത്തുമില്ല. അപ്പം ശരിയടാ, ഞാൻ പോട്ടെ.
ഞാൻ പോയിട്ട് മൂഫിക്ക് വായി നോക്കാൻ ഒരു കമ്പനി കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് അവൾ ബോറടിക്കും. അഫീഫ്ക, നമുക്ക് കുറച്ചുകൂടെ സംസാരിച്ചിരുന്നാലോ? ഇവിടെ നേരം പോകുന്നില്ല. നീ ഒരു കാര്യം ചെയ്യേ, നീ റോഷനായിട്ട് സംസാരിച്ചിരിക്കുക. ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ടാവും. എടാ, എനിക്ക് പേടിയാവുന്നില്ല. ആ ജാസ്മിൻ എന്നെ നോക്കുന്ന അത്ര ശരിയല്ല. അവളെന്നെ വളക്കാൻ നോക്കുമോ തോന്നുന്നു. നീ അത് കാര്യാക്കണ്ടടാ. അവൾക്ക് നേരം പോകുന്നുണ്ടാവില്ല, അതുകൊണ്ടാവും. അവനില്ല അവിടെ റോഷൻ? ഇല്ലടാ, റോഷൻ ഇത് മുഫീദിന്റെ വീട് നോക്കിയിട്ട് വരാ പറഞ്ഞു. നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് റോഷനും മുഫീദും മുഫീദും. ദിലു, ഈ ഡയറി ആരുടേതാ? ആ ബെഡിന്റെ അടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഇത് വായിച്ചോട്ടെ? അതെന്റെ ഡയറിയാ. എനിക്കതാരും വായിക്കുന്നത് ഇഷ്ടമല്ല. അതിങ്ങ് തന്നേക്ക്. ജാസ്മിൻ ബോറടിച്ചിട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, വീട്ടിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് റൈറ്റിൽ കാണുന്ന വീടാണ് മുഫീദിന്റെ. അവിടെ റോഷൻ ഉണ്ടാവും. അവിടെ മുഫീദിന്റെ സിസ്റ്റേഴ്സ് ഉണ്ടാവും. നിനക്ക് കമ്പനിക്ക് അവരുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളൊന്ന് എത്തിക്കോളാം. അങ്ങനെ ആ തലവേദന കുറച്ച് നേരത്തിനില്ല. അല്ലടാ ദിലു, നീ ഡയറി ഒക്കെ എഴുതുമോ? ഇത് എന്ന് തുടങ്ങി? ആരെഴുതുന്നു? പഠിക്കാനുള്ളത് തന്നെ എഴുതാൻ ഇഷ്ടമല്ല. അത് ഞാനാ. അതെന്റെ ഡയറി ഒന്നല്ലടാ, ചിലപ്പോൾ ഉമ്മയുടേതാവും. വാങ്ങിക്കാനുള്ള സ്റ്റേഷനറിയുടെ ലിസ്റ്റ് വാട്സപ്പിൽ ടൈപ്പ് ചെയ്യാൻ മടിച്ച് പകരം വോയിസ് ആയി അയച്ചിരുന്ന ആളാണ് നിന്റെ ഉമ്മച്ചി. പിന്നല്ലേ ഡയറി? ഏയ്, ഇത് നിന്റെ ഉമ്മയുടേതാവാൻ ചാൻസ് ഇല്ല. അതിപ്പോൾ തുറന്നു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമില്ലുള്ളൂ. ഞാൻ തുറന്നു നോക്കാം. ഇതിൽ അനുവാദം കൂടാതെ വായിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും വായിക്കാം. ഞാൻ വായിച്ചു തരാം. ഫസ്റ്റ് പേജിൽ തന്നെ ഡോണ്ട് റീഡ് വിത്തൗട്ട് മൈ പെർമിഷൻ എന്നിട്ട് അടിയിൽ അമ്മു എന്ന് എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് പേജിൽ യു ആർ മൈൻ. നല്ല ലവ് സ്റ്റോറിയാ തോന്നുന്നു. ഏതായാലും നേരം പോവാതിരിക്കല്ലേ, നീ അതെടുത്ത് വായിക്ക്. സത്യത്തിൽ ഇത്തരം ചീപ്പ് പരിപാടികൾ ഞാൻ ചെയ്യാറില്ല. പക്ഷെ ഇതിൽ വായിക്കരുതെന്ന് എഴുതിയിട്ടുള്ളപ്പോൾ എനിക്കെന്തോ വായിക്കാതിരിക്കാൻ പറ്റുന്നില്ല. മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എൻ്റെ പൊന്നമ്മോ എന്നോട് ക്ഷമിക്കണേ, ഞാനിത് വായിക്കുന്നുണ്ട്. ഇതിലത്തെ അമ്മൂൻ്റെ ഫോട്ടോ എന്തു ഭംഗിയാടാ കാണാൻ. എടാ, ആഷി ഇതാ കുട്ടിയല്ലേ? നമ്മളിങ്ങോട്ട് വരലുള്ളപ്പോൾ ഇവിടെ ആൻറ്റിയുടെ കൂടെ കാണാനില്ലേ? ഇതവൾ തന്നെ. ഇവിടെ പേര് അമ്മൂന്നായിരുന്നോ? ഇവള് ഹിന്ദു ആണോ? ഞാനന്ന് നോക്കിയപ്പോൾ തട്ടൊക്കെ ഇട്ടിട്ട് നിന്റെ റൂമിൽ നിൽക്കുന്ന കണ്ടു. ഇത്രയും സുന്ദരിയായ പെൺകുട്ടിയൊക്കെ എൻ്റെ റൂമിൽ വന്ന് നിന്നിട്ടുണ്ടോ? ഇതൊന്നും ഞാൻ അറിയാതെ പോയല്ലോ. ഇത്രയും സുന്ദരിയായ ഒരുത്തി ഇവിടെ ഉണ്ടായിട്ട് ഞാൻ ആ പ്രാന്തത്തിന് പോയി പ്രേമിച്ച്. എൻ്റെ പൊന്നിതിലു, നീ ആ കുരിശിനെ പറ്റി ഓർമ്മിപ്പിക്കല്ലേ. അവൾ വരുമ്പോഴത്തേന് നേരം വായിച്ചു തീർക്കാൻ നോക്കാം. പ്രണയം ഏറ്റവും മനോഹരമാവുന്നത് അത് പറയാതെ ഉള്ളിൽ ഒതുക്കുമ്പോഴാണ്. ചിലപ്പോൾ ഇതെന്നെ മാത്രം തോന്നലാവാം. കാരണം എൻ്റെ പ്രണയം ഇന്നും എന്നിൽ തന്നെ ഒതുങ്ങി, തുറന്നു പറയാനാവാതെ. തിരിച്ചാ പ്രണയം കിട്ടിയാലല്ലേ അതിൻ്റെ ഫീൽ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ വൺ സൈഡ് ലവ് ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ. എങ്കിലും യു ആർ മൈൻ. ഇത്രയും സുന്ദരിയായ ഒരു കുട്ടിക്ക് വൺ സൈഡ് ലവോ? എൻ്റെ പൊന്നു മോളെ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നീയോ? ഞങ്ങൾ രണ്ടുപേരായിരുന്നു ഇവിടെ. നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി ചിലപ്പോൾ അവൾ ഞങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ട് ഇഷ്ടമായതോ പറഞ്ഞിട്ടുണ്ടാവാ. നീ അടുത്ത പേജ് വായിച്ചേ. പ്രണയം ചിലപ്പോൾ അങ്ങനെയാണ്, നമ്മളെ വല്ലാത്ത ഭ്രാന്താക്കും. എന്തൊക്കെ ചെയ്തു കൂട്ടുന്ന ഒരു പിടുത്തുണ്ടാവില്ല. ഞാൻ അവനറിയാതെ അവനെ തന്നെ നോക്കി നിൽക്കും. അവനെ കാണാൻ വേണ്ടി മാത്രം അവൻ്റെ വീട്ടിൽ പോകും. അവൻ കുടിച്ച പെപ്സിയുടെ കുപ്പി, അതിലപ്പം ഞാൻ വെള്ളം കുടിക്കാറ്. അവൻ്റെ ഷൂസ് പിന്നെ ഗ്ലൗസ് എല്ലാം ഞാൻ അടിച്ചു മാറ്റി. അതിട്ടിങ്ങനെ നടക്കും. വല്ലാത്ത ഫീലാണ്. അവൻ്റെ ഉമ്മ തിരുമ്പിട്ട ഷർട്ട് ഉണ്ട് അവൻ്റെ, അതിട്ടിട്ടാണ് ഞാൻ രാത്രി കിടന്നിറങ്ങാറ്. അവനപ്പം എൻ്റെ കൂടെ ഉള്ളതുപോലെ തോന്നും. ഐ ലവ് യു സോ മച്ച് ദിലു. എടാ, അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നാ തോന്നുന്നേ. ഇത്രയും സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടായിട്ട് നീ എന്തിനാടാ തേപ്പിസിനെ പോയി പ്രേമിച്ചേ? എനിക്ക് അസൽ തേപ്പ് വാങ്ങിച്ചു വന്നിരിക്കുന്നു. നീ അടുത്ത പേജ് വായിച്ചേ. എനിക്ക് ദിലുവിനോടുള്ള ഫീല് എന്താണെന്ന് മനസ്സിലായത് 9 വർഷം മുമ്പാണ്. അന്ന് എനിക്ക് 13 വയസ്സ് പ്രായമുണ്ടാവും. അപ്പം ഞാൻ എന്തായാലും അവനോട് എൻ്റെ ഇഷ്ടം പറയണമെന്ന് വിചാരിച്ച്
അവൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഞാൻ കാണുന്നത് അവൻ വേറൊരാളുടെ ഇഷ്ടമാണെന്ന് പറയുന്നത്. അന്ന് ഞാൻ ആകെ വിഷമിച്ചു, ഒത്തിരി കരഞ്ഞു. ഫുഡൊന്നും കഴിക്കാതെ രാത്രി ഉറങ്ങാതെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ നീ ജാസ്മിനെ സ്നേഹിക്കണവിടെ നിന്നെ വേറെ ആരും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു? അപ്പൊ എനിക്കൊരു ചൈൽഡ്ഹുഡ് ക്രഷ് ഉണ്ടായിരുന്നു. അത് ഞാൻ അവളോട് പറഞ്ഞു, അവളെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ അത് അധിക കാലം നീണ്ടില്ലടാ. അവൾ എന്നെ തേച്ചു. എടാ അത് മുഫിയാടാ. ഏത് മുഫിയുടെ ട്യൂൺ സിസ്റ്റർ മുഫിയോ? അവൾ നിന്നെ തേച്ചിട്ടുണ്ടോ? ഏകദേശം ഇവളീ പറഞ്ഞ കണക്ക് വെച്ചിട്ട് ആ 9 വർഷം മുമ്പേ അവൾ ഞങ്ങളെ രണ്ടുപേരും ഒരേ സമയം പ്രേമിച്ചിരുന്നു. ഞങ്ങൾക്കത് അറിയണ്ടായിരുന്നില്ല. തിരിച്ചറിഞ്ഞപ്പോൾ അവൾ നെയ്സായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ തേച്ചു. ഞാനതല്ല ആലോചിക്കുന്നത്. കറക്റ്റ് തേപ്പ് കിട്ടുന്നവരെ മാത്രം നോക്കി പറഞ്ഞിരിക്കുന്ന എൻ്റെ കഴിവ് അത് അപാരം തന്നെ. അതൊക്കെ പോട്ടെ, ഇനി ബാക്കി വായിക്കാം. നല്ല ഫീല് വരുന്നുണ്ട്. ഞാൻ കൂടുതൽ സമയം അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവനത് അറിഞ്ഞതുപോലും ഉണ്ടായിരുന്നില്ല. ഓരോ ദിവസങ്ങൾ കഴിയും തോറും അവൻ എന്നിൽ നിന്ന് അകന്നുകൊണ്ടേയിരുന്നു. അവനോടുള്ള എൻ്റെ പ്രണയം അത് കൂടിക്കൂടി വന്നു. എന്നെ ഒന്നും നോക്കുപോലും ചെയ്യാത്ത അവനോട് എൻ്റെ പ്രണയം പറയാൻ എനിക്കൊരു പേടിയായി. അവനെങ്ങാനും നോ പറഞ്ഞാൽ പിന്നെ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ദിവസം അവനെ സീറ്റ് കിട്ടിയ അതേ കോളേജിൽ എനിക്കും കിട്ടി. ആ കോളേജിലെത്തിയ എങ്ങനെയും അവനോട് എൻ്റെ ഇഷ്ടം പറയണമെന്നായിരുന്നു. ആദ്യം അവനോട് ഫ്രണ്ട്ലി ആവാം, അതൊക്കെ പ്ലാൻ ചെയ്ത് ഞാൻ കോളേജിൽ പോയി. ഫസ്റ്റ് ടൈം ഞാൻ കണ്ടത് അവനായിരുന്നു. പക്ഷെ അവൻ കണ്ടത് ജാസ്മിനെ. നമ്മൾ സ്നേഹിക്കുന്ന ആള് വേറെ ആളെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത ഫീലാണ്. മരിക്കണോ ജീവിക്കണോ എന്ന് പോലും ചിന്തിച്ചു. എനിക്കതൊരിക്കലല്ല, ഇത് 2ാമത്തെ തവണ. പ്രണയം എനിക്ക് പറയണമെന്നില്ല. ഇത്ര കാലം ഞാൻ അങ്ങനെ തന്നെയല്ല കൊണ്ടുനടന്നേ. പക്ഷേ അവൻ എന്നൊന്ന് നോക്കുപോലും ചെയ്തില്ല. എന്താ ദിലു ഇത്? നിനക്ക് എൻ്റെ പ്രണയം അറിയണ്ടേ? ജാസ്മിൻ അവനെ ചതിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എങ്ങനെയും ദിലുവിനോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ റോഷൻ അവനെ കൊണ്ട് വല്ലാത്ത ശല്യമായിരുന്നു. എന്ത് വന്നാലും ശരി ജാസ്മിൻ നിന്നെ ചീറ്റ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി ഞാൻ ദിലുവിൻ്റെ അടുത്ത് പോയി. പക്ഷെ ഞാൻ കണ്ടത് ജാസ്മിൻ അവനെ കിസ് ചെയ്യാൻ പോകുന്നതായിരുന്നു. എൻ്റെ പ്രതീക്ഷയൊക്കെ കൈവിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇനി ദിലു എന്നെ സ്നേഹിക്കാൻ യാതൊരു ചാൻസും. ഇനി ഡോക്ടേഴ്സൊക്കെ പറയുന്ന പോലെ വല്ല മിറാക്കിളും സംഭവിക്കണം. ദൈവമേ, ഇനി എൻ്റെ വിശ്വാസം മുഴുവൻ നിന്നില്ല. എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിപ്പിക്കണേ. അത് നടക്കില്ലെന്ന് എനിക്കും അറിയാം. എങ്കിലും പ്രാർത്ഥിച്ചു പോകും. എൻ്റെ മനസ്സിലിപ്പോൾ ഒരാഗ്രഹമുള്ളൂ. ഇനി ഇതറിയാതെ എനിക്ക് നിന്നോട് പറയാൻ കഴിയാതെ ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ ഈ പ്രണയവിലാസത്തിലൊക്കെ പറയുന്ന പോലെ എൻ്റെ കല്ലറയിൽ ഒരു പിടി റോസാപ്പൂക്കൾ വെക്കാൻ നീ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഡയറി നിനക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. എൻ്റെ പ്രണയം എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും. ഇനി ഞാൻ മരിച്ചാലാണെങ്കിൽ എൻ്റെ ആത്മാവും നിൻ്റെ കൂടെ ഉണ്ടാവും. ഐ ലവ് യു ദിലു. യു ആർ ഓൾവേസ് ബി മൈൻ. എടാ പാവടാ കുട്ടി, അവൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സ്നേഹത്തിന് ജാതി മതമൊന്നൊരു പ്രശ്നമല്ല എന്നല്ല പറയാ. ഇനി നിനക്കങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? എടാ സ്നേഹത്തിനെക്കാട് വലുതാണോടോ ജാതി മതമൊക്കെ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉമ്മാനെ കഴിഞ്ഞാൽ ഇവൾക്കല്ലാത്ത വേറെ ആർക്കും എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ലടാ. ഞാനൊക്കെ എന്തോ പോലെ. ഞാൻ അതല്ല ആലോചിക്കണേ. ഈ റോഷൻ ഇവനോളെ പിന്നാലെ നടന്നിട്ടുണ്ടോ? ഞാൻ മാത്രം അറിഞ്ഞില്ലടാ. ഞാൻ ഉമ്മാക്ക് വിളിച്ച് ചോദിച്ചോട്ടെ, ഏത് അമ്മുൻ്റെ വീടെന്ന്. ഇവിടെ ആരുമില്ലേ? ഇതാരാ ദിലുവോ? നീ എന്നാടാ മോനെ കോളേജ് കഴിഞ്ഞ് വന്നേ? എത്ര കാലമായി നിന്നെ കണ്ടിട്ട്? ഞാനിത് വന്നിട്ട് 2 ദിവസമേ ആവുന്നുള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഉമ്മ പറഞ്ഞു അമ്മു അവിടെ എപ്പോഴും വരലേണ്ടെന്ന്. ഉമ്മ പറഞ്ഞിട്ട് വന്നതാ. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അമ്മുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? നീ നിന്റെ ഉമ്മ പറഞ്ഞിട്ട് തന്നെയാണോ വന്നത്? എന്തായാലും ശരി, വീടിൻ്റെ പുറകുവശത്തുണ്ട്.
അങ്കിൾ അമ്മുവിന്റെ പുറകുവശത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും കാണുന്നില്ലല്ലോ. നിനക്കെന്നല്ല, ഇനി ആർക്കും അവളെ കാണാൻ പറ്റത്തില്ല. അങ്കിൾ എന്താ പറയുന്നേ? അമ്മുവിനെ കുറിച്ചിട്ടാണോ പറയുന്നേ? ഇവിടെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം എൻ്റെ തെറ്റാ മോനെ. അമ്മുവിനൊരു മുസ്ലിം പയ്യനെ ഇഷ്ടമുണ്ടായിരുന്നു. ആരാണെന്ന് അവൾ പറഞ്ഞില്ല. എനിക്കത് അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അവളെ ഫോഴ്സ് ചെയ്തൊരു കല്യാണത്തിന് നിർബന്ധിച്ചു. കല്യാണത്തിന്റെ തലേ ദിവസം അവള് എല്ലാം എൻ്റെ തെറ്റാണ്. മറ്റുള്ളവർ പറയുന്ന കേട്ട് ജാതിയുടെ മതത്തിന്റെ പേരിൽ ഞാൻ എൻ്റെ മോളുടെ ഇഷ്ടം വേണ്ടെന്ന് വെക്കാൻ പാടില്ലായിരുന്നു. അയാൾ എന്തൊക്കെയാടാ പറയുന്നത്? ഇല്ല, അങ്ങനൊന്നും നടന്നിട്ടുണ്ടാവില്ല. എടാ ഞാൻ ഇപ്പോഴല്ലടാ അറിയുന്നേ. അപ്പോഴേക്കും ദിലുവാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. മതിയുടെ അവിടെ നിന്നത്. ഇല്ല, എനിക്ക് എങ്ങോട്ടും വരാൻ പറ്റില്ല. ഞാനിവിടെ തന്നെ ഇരിക്കാൻ പോവുക. എനിക്കൊന്ന് കാണാൻ പോലും പറ്റില്ലടാ. അമ്മു, ഒരിക്കലെങ്കിലും ഒന്ന് കാണാനൊന്ന് വാടി പ്ലീസ്. ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്കൊന്ന് കണ്ടാ മതി. ദിലു, നീ എന്തൊക്കെയാ പറയുന്നേ? നീ വരുന്നുണ്ടോ? ആ ഡയറി വായിക്കാൻ പാടില്ലായിരുന്നു. ആഷി, നീ അവനെ പിടിച്ചേ. വായോ, നമുക്ക് വേണേ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോവാം. എനിക്ക് അമ്മൂനെ കാണണടോ. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് അവളൊന്ന് കാണാൻ പറ്റുക? അവൾ പറഞ്ഞത് സത്യ. അവളുടെ പ്രണയം മാത്രമല്ല, അവളുടെ ആത്മാവ് അവൻ്റെ കൂടെ ഉണ്ട്. ഇതേ നോക്ക്. മായാ മാറാത്ത മാറത്തുള്ള മായേ, നൂറ് കേറാത്തതാരിൽ കേറും നൂറേ, ഹാലദാലത്തിനായത്തായ ഹാലേ, ശർറിൻ സിർറേ, ഹൈറുൽ ഹൈറേ. എന്നെ വിടാനാ പറഞ്ഞേ. നിങ്ങൾ എന്തേ ചെയ്തേ? സോറി അമ്മു, എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. നീ എന്നെ സ്നേഹിക്കുന്ന കാര്യം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഡയറി വായിച്ചപ്പോഴൊക്കെ അറിഞ്ഞു. എനിക്കൊന്നും നിന്നെ കാണുന്നുണ്ടായിരുന്നു. അത് നിന്റെ കല്ലറുടെ മുമ്പിൽ വന്ന് ഞാൻ കരഞ്ഞു. എനിക്ക് ഇത്രയും മതി. താൻ എന്തൊക്കെയാ പറയുന്നേ? കല്ലറയുടെ മുമ്പിലോ? അമ്മു മരിച്ചെന്നുള്ളതൊക്കെ ശരിയാണ്. അവളുടെ അച്ഛൻ നിങ്ങളോട് സംസാരിക്കണമൊക്കെ ഞാൻ കേട്ടു. എടോ, എൻ്റെ പേര് നൂഹാന്നാ, അമ്മു എന്നല്ല. അമ്മ എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ അത് ഡയറി അല്ല, ഞാനൊരു ഷോർട്ട് സ്റ്റോറി എഴുതിയതാണ്. അതിലത്തെ ഒരു കഥാപാത്രമായിട്ട് നിങ്ങൾ എടുത്തന്നേ ഉള്ളൂ. പിന്നെ ഞാൻ മുഫീദിൻ്റെ സിസ്റ്റർ നൂഹ. നൂഹയോ? അപ്പോ ഡയറിയിൽ അമ്മൂന്ന് എഴുതിയിട്ട് നമ്മുടെ രണ്ടുപേര് ഫോട്ടോ ഉണ്ടായിരുന്നു? അതൊന്നുമല്ല, ഞാൻ കോളേജിലെ മാഗസീനിൽ സ്റ്റോറി എഴുതി. അപ്പോൾ അമ്മൂന സ്റ്റോറി വേണമെന്ന് പറഞ്ഞ് അവളുടെ പേര് അതിൽ എഴുതി വെച്ചു. പിന്നെ തന്നെ എൻ്റെ ഫോട്ടോ വെച്ചത് ആദ്യത്തെ ക്യാരക്ടറിന് തൻ്റെ പേര് കൊടുത്താൽ മതിയെന്ന് നിൻ്റെ ഉമ്മയാ പറഞ്ഞു. അപ്പോൾ നിന്നൊന്ന് ചോദിച്ചപ്പോൾ ഉമ്മ നിൻ്റെ ഫോട്ടോയും തന്നു. അത് അതിനിടയിൽ വെച്ചെന്നേ ഉള്ളൂ, അല്ലാതെ താൻ പറയുന്ന പോലെ ഒന്നുമല്ല. അപ്പോൾ ശരി, ഞാൻ പോട്ടെ. നിൻ്റെ ഉമ്മക്ക് അവിടെയുണ്ട്, വേണമെങ്കിൽ വായോ. എന്തൊക്കെ പുകിലായിരുന്നു. കല്ലറ മുമ്പിൽ പോയിട്ട് ഡയറി വായിക്കല്, കരയില്, ആത്മാവ്. എൻ്റെ പൊന്നുതില്ലോ, നിന്നെ കൊണ്ട് തന്നെ ഇത് പറ്റത്തുള്ളൂ. എടാ, പക്ഷെ ഒരു കാര്യമുണ്ട്. അവള് പറഞ്ഞത് കോളേജിലത്തെ മാഗസീനിക്ക് കഥ എഴുതിയെന്നല്ലേ? അവിടെ എങ്ങനെയാടാ ജാസ്മിനും റോഷനൊക്കെ വന്ന്? അത് അമ്മു അല്ല, നൂഹ തന്നെയാ. പക്ഷേ അത് മാഗസീനിക്കുള്ള സ്റ്റോറി അല്ല,
അത് അവളുടെ പ്രണയകഥ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ വായോ, നമുക്ക് അവനോട് ചോദിക്കാം, റോഷനോട്. എടാ റോഷ, നീ മുഫീദിന്റെ സിസ്റ്ററിനെ കണ്ടോ? ആടാ കണ്ടു, എനിക്കിഷ്ടായി, അവൾക്ക് എന്നെ. എടാ ഇപ്പോഴാ ലവ് എന്താന്ന് മനസ്സിലാവുന്നു. അത് വല്ലാത്തൊരു ഫീലാ. എനിക്കിതുവരെ ജാസ്മിനോട് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ മുഫിയുടെ വേവ് ലെങ്ത് സെയിമാണ്. ഞാൻ നിന്റെ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇഷ്ടത്തെപ്പറ്റി എൻ്റെ ഉപ്പായോട് പറയാം. മിക്കവാറും എൻ്റെയും മുഫിയുടെയും ജാസ്മിൻ്റെയും മുഫീദിൻ്റെ കല്യാണം കഴിയാൻ ചാൻസ് ഉണ്ട്. അവർ തമ്മിൽ ഇഷ്ടത്തിലാടാ. എല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചു. ആഹാ, കറക്റ്റ് മാച്ച്. സത്യത്തിൽ ഞാൻ ചോദിക്കാൻ വന്നതല്ല. എടാ നീ അവൻ്റെ സെക്കൻഡ് സിസ്റ്ററിനെ കണ്ടോ? നൂഹയെ. അവളെ ഞാൻ പണ്ടേ കോളേജിൽ നിന്ന് കണ്ടുള്ളത്. ഞാൻ കുറെ പിന്നാലെ നടന്നിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. അവൾ തൽപ്പര കക്ഷിയല്ല. എന്തു ഭംഗിയായിരുന്നു കാണാൻ. എന്നാലും വേണ്ടില്ല, മൂഫി അത്ര മോശമൊന്നുമല്ല. അവൾക്ക് നിന്നോട് എന്തോ ഒന്നുണ്ടായിരുന്നു. എനിക്ക് അപ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ട്രൈ ചെയ്തോ. നീ എവിടെ ഉണ്ടാവും അവിടെയൊക്കെ കോളേജിൻ്റെ പരിസരത്തെ ചുറ്റിപ്പറ്റി അവിടെ ഉണ്ടാവും. ഇപ്പം എങ്ങനെയുണ്ടടാ? ഞാൻ പറഞ്ഞില്ലേ, ഇതവൾ എന്നെ. നീ നോക്കിക്കോ, ശരിക്കും ശ്രദ്ധിച്ചാൽ ഈ പരിസരത്ത് എവിടെയും അവൾ എന്നെ നോക്കി നിൽക്കുന്നില്ല. എനിക്കത് ഉറപ്പാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്ക്. എടാ ദിലു, ആഷിക്കെ, ഇത് നോക്ക്, അവൾ അവിടെ ഇവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ദിലു, അവൾക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. നൂഹ, ഇനി പറ, നിന്റെ മാഗസീനത്തെ കഥയാണോ അതോ നിനക്ക് എന്നോടുള്ള ഇഷ്ടമാണോ ആ ഡയറിയിൽ ഞാൻ വായിച്ചത്? ഇപ്പോൾ ശരിക്കും യു ആർ മൈൻ. യു ആർ മൈൻ.